ധ്യാൻ ചേട്ടാ, എനിക്ക് ധ്യാൻ ചേട്ടന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ധ്യാൻ ചേട്ടന്റെ എക്സ്പ്രഷൻ, എനിക്കിങ്ങനെ ഇവൻ പാടുന്നതായിട്ട് ഇങ്ങനെ ഇവിടെ നോക്കുമ്പോ ധ്യാൻ ചേട്ടന്റെ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടല്ലോ. അതായത് പാറു, അതായത് 3 പേജ് ലിറിക്. ഞാനിത് ഇങ്ങനെ ഒന്നിങ്ങനെ മറിച്ച് ഇത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നോക്കുമ്പോ ഇതും കൂടി കഴിയുമ്പോ അവന്റെ മുഖം അങ്ങ് മാറി. എന്താ ഇത്? എന്നിട്ട് ഞാൻ ശരത്തോട് ഇതിന്റെ ഡ്യൂറേഷൻ എത്രയുണ്ട്? 13.5 മിനിറ്റ് എന്ന് പറഞ്ഞു. 13.5 മിനിറ്റോ? ലോകത്തിലെ ഏറ്റവും വലിയ പാട്ട് ഇതാണോ? അല്ല, ഈ പാട്ട് കുറെ പ്രത്യേകതകളുണ്ട് ഉള്ള പാട്ടായത്. പാട്ട് ശരത് സാറിന്റെ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ പാട്ട് ശരത്തേട്ടന്റെ മുന്നിൽ നിന്നിട്ട് പാടാൻ കാണിച്ച അവന്റെ ധൈര്യം, അതിന് വലിയൊരു കൈയടി വേണം, ധൈര്യത്തിന്. പിന്നെ ഗിന്നസ് ലോകത്തിലെ ഏറ്റവും വലിയ പാട്ട്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോഴേക്കും മറ്റേ എനിക്ക് വന്ദനത്തില് ജഗദീഷ് അങ്ങളൊരു സീനുണ്ട്. ജഗദീഷ് അങ്ങള് ചേസ് ചെയ്തിട്ട് ലാലങ്ങളെ ചേസ് ചെയ്ത് ഓടിപ്പോയി എവിടെയൊക്കെയോ ചാടി അവസാനം ഏതോ സ്വിമ്മിങ് പൂളിന് അവിടെ വന്നിട്ട് നിന്നിട്ട് കപ്പ് പിടിച്ച് നിൽക്കുന്നില്ലേ? അതുപോലെ എനിക്കിവിടെ കപ്പ് എവിടെ ഉണ്ടെങ്കിൽ അവൻ ആ ലാസ്റ്റ് കാണിക്കുമ്പോൾ കപ്പെടുത്ത് അവന്റെ കയ്യിലോട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പാട്ട് തുടങ്ങുമ്പോഴേ ഒരു കയ്യടി വീഴണമെങ്കിൽ അത് ശരത്തേട്ടന്റെ പാട്ടായിരിക്കണം, അല്ലേ? സാധാരണ പാട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കയ്യടി വീഴാറ്. ഇത് പാട്ട് തുടങ്ങിയ ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും, 1 മിനിറ്റ് അല്ല 30 സെക്കൻഡിൽ തന്നെ കയ്യടി വീണു. ഓ, ഇത്രയും പുകഴ്ത്തിയ സ്ഥിതിക്ക് ശരത് സാറിന്റെ ഒരു പാട്ട് ധ്യാൻ ചേട്ടൻ അഭിനയിക്കാനുള്ള ഭാഗ്യം സാറിന്റെ പ്രതിഷേധമാണ് മലയാള സംഗീത ലോകത്തിനോടുള്ള ഈ പാട്ട്. ഇനി ഇതിൽ പരം വേറൊന്നും ഇതിനപ്പുറം ഇല്ലാന്ന്. ഇല്ലാന്ന്.